ഹലോ, പാർക്കിൽ പോകലാം. ചെന്നൈ എത്തിയിട്ട് 2 വർഷമായിരിക്കുന്നു. ഞാൻ എവിടെയും പോകാറില്ല. റൂം, കോളേജ് എന്നുള്ളതായി മാറിയിരിക്കുന്നു ലൈഫ്. നമ്മൾ ചെയ്യണമെന്ന് മാറ്റി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ. പിന്നീട് തിരികെ വന്ന് ഇവിടെയൊക്കെ പോവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് നമ്മൾ പോകുന്നത് കോയമ്പേട് ഇക്കോ പാർക്കിലാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചെന്നൈയിലുള്ള പലർക്കും കണ്ടപ്പോൾ തന്നെ ഈ പാർക്ക് മനസ്സിലായി കാണും. സിറ്റിയുടെ നടുവിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു പാർക്കാണിത്. സ്കൂളിൽ നിന്ന് ട്രിപ്പ് കൊണ്ടുപോകുമ്പോഴൊക്കെ വീട്ടിൽ ചോദിക്കുമായിരുന്നു ഞാൻ പൊക്കോട്ടെ എന്ന്. പക്ഷേ വളരെ റെയറായിട്ട് 1-2 തവണ പോയിട്ടുണ്ട്. അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും മോള് പഠിച്ച് വലിയ ആളായിട്ട് പോകാമല്ലോ എന്ന്. ഞാനും കരുതി ശരിയാണല്ലോ, അപ്പോൾ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ. അങ്ങനെ പഠിച്ച് വലിയ ജോലിയൊക്കെ കിട്ടിയപ്പോൾ വേറെ പല കാര്യങ്ങളുമായി ലൈഫിൽ. നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ ആരെയും നോക്കി നിൽക്കാതെ നമ്മൾ തന്നെ സാധിച്ചു കൊടുക്കുക. ഞാൻ പൊതുവേ എനിക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് എൻ്റെ ഫീലിങ്സിനേക്കാളും. അപ്പോഴാണ് എൻ്റെ ഒരു കൊളീഗ് എന്നോട് പറഞ്ഞത്, ഗോപിക, ഡോണ്ട് ബി സോ ഹാർഡ് ഓൺ യുവർ സെൽഫ്. അതെന്നെ ഹിറ്റ് ചെയ്തു. എനിക്ക് തന്നെ എൻ്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ല, എന്നിട്ട് ഇതൊന്നും എൻ്റെ ലൈഫിലില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. സിറ്റിയുടെ നടുവിലാണെങ്കിൽ പോലും വളരെ പോസിറ്റീവ് ആൻഡ് റിലാക്സിങ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. പൊതുവേ പാർക്ക് ആൻഡ് ബീച്ചസ് എനിക്കിഷ്ടമാണ്. ട്രിവാൻഡ്രം ഉള്ളപ്പോൾ കനകക്കുന്നിൽ പോയിരിക്കുന്നതൊക്കെ ഇവിടെ എത്തിയപ്പോൾ വളരെയധികം മിസ് ചെയ്തിരുന്നു. അങ്ങനെ എല്ലാം കൂടി ഓർത്തപ്പോഴാണ് ഇന്ന് ഇവിടേക്ക് വരാൻ തീരുമാനിച്ചത്. കുറച്ചങ്ങോട്ട് മാറിയപ്പം കുറേ പേര് തമിഴ് സോങ്സ് ഒക്കെ പാടുന്നുണ്ടായിരുന്നു. കുറേ നേരം അത് കേട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നു. 8 മണിയാകുമ്പോഴേക്ക് നമുക്ക് ഈ പാർക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ തിരിച്ചു പോകാനുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബായ്.